ആന പരിപാലനവുമായി ബന്ധപ്പെട്ട കേസിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ താക്കീത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിച്ചതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഫയൽ ചെയ്ത റിപ്പോർട്ട് കോടതി പരിഗണിച്ചു. ദേവസ്വങ്ങളെ ഹൈക്കോടതി താക്കീത് ചെയ്തു. നിർദ്ദേശം എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ലെന്നും കോടതി ചോദിച്ചു. അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. രാജേഷ്, വളരെ രൂക്ഷമായ ഭാഷയിലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിനെ താക്കീതുമായി ഹൈക്കോടതി രംഗത്തെത്തിയത്. എന്തുകൊണ്ട് ഇതൊന്നും നടപ്പിലാക്കുന്നില്ല, കൃത്യമായ രീതിയിൽ ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതി രംഗത്തെത്തുന്ന സാഹചര്യം, വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും ആന എഴുന്നള്ളത്തിന് ഹൈക്കോടതി നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സാധാരണഗതിയിൽ തൃശ്ശൂർ പൂരത്തിനോ അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിനകത്തുള്ള ഉത്സവത്തിനോ ആനയെ ഈ ദൂരപരിധി പാലിച്ച് ആനയെ നിർത്തുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഈ 3 മീറ്റർ അകലത്തിൽ ആനയെ നിർത്തിയാൽ ഒരു 3ഓ 4ഓ ആനയെ നിർത്തുമ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ കൂടി ഉള്ളപ്പോൾ ഈ ക്ഷേത്രത്തിനകത്ത് പിന്നെ സൗകര്യം കുറവാണ്. ഇതുകൊണ്ട് തന്നെയും കൂടാതെ ഈ വൃശ്ചികോത്സവത്തിന് മഴ പെയ്തത് കൊണ്ട് ആനയെ ആനക്കൊട്ടിലേക്ക് കയറ്റി നിർത്തിയ സമയത്ത് ഈ 3 മീറ്റർ അകലം പാലിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം മഴ പെയ്തപ്പോൾ തിടമ്പ് ഉൾപ്പെടെ ആനയെ ഇതിനകത്തേക്ക് കയറ്റി നിർത്തുകയായിരുന്നു. പക്ഷേ വനം വകുപ്പ് ഈ ഒരു നടപടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശം പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇവർക്കെതിരെ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ കേസെടുക്കുകയുണ്ടായത്. ഇക്കാര്യമാണ് ഇന്ന് ഹൈക്കോടതിയിൽ വന്നത്. അപ്പോൾ ജില്ലാ കളക്ടറും ഒരു റിപ്പോർട്ട് നൽകി ഇത് ദൂരപരിധി പാലിച്ചില്ല, കൂടാതെ തീവട്ടി ആനയുടെ പരിസരത്തൂടെ കൊണ്ടുപോയി. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതി വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ സ്ഥലപരിമിതിയുള്ള ക്ഷേത്രത്തിനകത്ത് എഴുന്നള്ളിപ്പ് നടത്താൻ എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ഒരു ഇളവ് തേടി കൊച്ചിൻ ദേവസ്വം ബോർഡും ഈ ക്ഷേത്ര ഭാരവാഹികളും ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കർശന നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇത് ജനങ്ങളുടെ സുരക്ഷയുടെയും വന്യജീവി പരിപാലനത്തിന്റെയും എല്ലാം ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ്, കേന്ദ്ര സർക്കാർ നിയമമാണ്, ഇത് നടപ്പിലാക്കിയേ പറ്റൂ എന്ന് തന്നെ കർശനമായ നിലപാടെടുക്കുകയാണ് ഹൈക്കോടതി ചെയ്തത്. എന്നാൽ ഈ മഴയുണ്ടായ സമയത്ത് മറ്റു മാർഗങ്ങളില്ലാതെ ആനയെ ഒരുമിച്ച് നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇന്ന് കടുത്ത നിലപാടെടുത്തത്. ഇത് മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാൻ അനുവദിക്കില്ല, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എന്തുകൊണ്ട് പാലിക്കുന്നില്ല എന്നുള്ള രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. ഇതിൽ വിശദീകരണം നൽകുവാൻ ദേവസ്വം ബോർഡിനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.